ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് സൂര്യയുടെ കങ്കുവ എന്ന ചിത്രം കാണുവാൻ പോയത്. ഞാൻ ആദ്യമായാണ് ഒരു സിനിമ കാണാൻ ഇത്രയും നേരത്തെ പോയി കാണുന്നത് തന്നെ. കാര്യം അത്രയ്ക്കേറെ പ്രതീക്ഷയായിരുന്നു സൂര്യയുടെ കങ്കുവ എന്ന ചിത്രം. അതായത് സൂര്യ 2 ഗെറ്റപ്പിൽ വരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് സൂര്യ നന്നായി, സൂര്യയുടെ പെർഫോമൻസ് നന്നായി എന്നുള്ളതാണ്. പക്ഷേ സൂര്യയുടെ മാത്രം പെർഫോമൻസ് നന്നായതുകൊണ്ട് ഒരു സിനിമ നന്നാവണമെന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ മിന്നുന്ന പ്രകടനങ്ങളുള്ള പല സിനിമകളും വിജയിക്കാതെ പോയിട്ടുണ്ട്. അതിനകത്ത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ എഫർട്ടും അതുപോലെ നല്ലൊരു കഥയും നല്ലൊരു സംവിധായകനും ഒക്കെ വരുമ്പോൾ അല്ലേ ആ സിനിമയ്ക്ക് ഒരു വിജയത്തിളക്കം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കങ്കുവ എന്ന ചിത്രം 3D ആണ് ഞാൻ കണ്ടത്. എന്തായാലും 3D എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സിനിമ കൊള്ളാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ സിനിമയിൽ ഞാൻ ഏറെ പ്രതീക്ഷിച്ചത്, ഞാൻ ദേവിശ്രീ പ്രസാദിൻ്റെ സംഗീതം സ്ഥിരമായി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ DSP ആണ് ഇതിലെ മ്യൂസിക് എന്ന് അറിയുമ്പോൾ നമ്മൾ നോർമലി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കേട്ടിരിക്കാനൊരു സുഖമുള്ളതാണ്. പക്ഷേ DSPയും ഇതിൽ വേണ്ട രീതിയിൽ DSPയുടെ ലെവൽ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ശിവ എന്ന സംവിധായകൻ്റെ കയ്യിൽ ഇത്രയും വലിയ ഒരു 350 കോടി രൂപയുടെ ഒരു സിനിമ എങ്ങനെ അങ്ങനെ ഈ ശിവ കൺസീവ് ചെയ്യുമെന്നുള്ളതും എനിക്കൊരു സംശയമായിരുന്നു. കാര്യം ഇപ്പോൾ രാജമൗലിയെ പോലെയോ അല്ലെങ്കിൽ ശങ്കറിനെ പോലെയോ ഒന്നും ഇത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമ എടുത്ത് പരിചയമുള്ള ആളല്ല ശിവ. എന്തായാലും ഈ സിനിമ നമ്മൾ കങ്കുവ എന്ന ചിത്രം ഒരു സൂര്യ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ, സൂര്യയുടെ പെർഫോമൻസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. സൂര്യ അൾട്ടിമേറ്റ് പെർഫോമറാണ് എപ്പോഴും. പക്ഷേ അദ്ദേഹത്തിന് നല്ല കഥ കിട്ടിയാലേ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും അത്രയും ആ ലെവൽ കീപ്പ് ചെയ്താൽ മാത്രമേ ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബാഹുബലി എന്ന ചിത്രം തന്നെ പ്രഭാസ് നല്ലപോലെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് സിനിമ ഹിറ്റാവണമെന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് രാജമൗലി എന്ന സംവിധായകനാണ്. അപ്പോൾ അതുപോലെ ശിവ എന്ന സംവിധായകന് ആ ലെവൽ കീപ്പ് ചെയ്യാൻ, ശിവ 350 കോടിയുടെ സിനിമ എടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ശിവയ്ക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും കങ്കുവ തിയേറ്ററിൽ കാണാൻ പോകുന്നവർ, സൂര്യയെ കാണാൻ പോകുന്നവർക്ക് പോവാം, സിനിമ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും കങ്കുവ 3D എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ വലിയ ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയല്ല കങ്കുവ എന്ന ചിത്രത്തിന്. അപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്ത മറ്റു ആൾക്കാർ, ബോബി ഡിയോളിനൊക്കെ ജസ്റ്റ് ഒരു വില്ലൻ കഥാപാത്രം എന്നുള്ള അല്ലാതെ അതിനകത്ത് പെർഫോം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിനിമ തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ ചെന്ന് ഇപ്പോൾ ഇത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമയൊക്കെ ആകുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റേതായ ഒരു രസം ഉണ്ടാവും. എന്തായാലും കങ്കുവ പ്രതീക്ഷയ്ക്കൊത്ത്, അത് ഏത് മേഖലയിലായാലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സൂര്യ ഫാൻസ് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ തൃപ്തരല്ല എന്ന് തന്നെയായിരിക്കും അവർ ഉള്ളിൽ പറയുന്നത്. എന്തായാലും സൂര്യയുടെ ചിത്രം ഇറങ്ങിയ ദിവസമാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് ആൾ കയറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്.